എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇപ്പോൾ ലൂസിഷ്യാവും ഷോവാനും ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് ജിയാങ് ഫാനും മെങ്ങും വീണ്ടും ഒന്നിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടേക്കുന്ന അവർ കാണുന്നത്. അത് കാണുമ്പോൾ ഇവർ രണ്ടുപേരും അവസാനം വീണ്ടും സെറ്റ് ആയല്ലോ എന്ന് ഓർത്തിട്ട് ഒന്ന് സന്തോഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഷോവാനും ലൂസിഷ്യാവിനും അടുത്ത് ലൂസിഷ്യാവും നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്താണ് വേണ്ടതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഷോവാനപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിലായ കാര്യവും നമുക്ക് എല്ലാവരും അറിയിക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ലൂസിഷ്യാവ് ഷോവന്റെ കൈയൊക്കെ പിടിച്ചിട്ട് 2-3 സെൽഫി എടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം തന്നെ അതങ്ങ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അവരിങ്ങനെ റിലേഷൻഷിപ്പിലാണെന്നൊക്കെ അറിയിക്കാനായിട്ട്. ഷോവാനപ്പോൾ ഇത്ര പെട്ടെന്ന് നീ ചോദിക്കുമ്പോഴത്തേക്കും നീ ഒന്ന് പറയാനായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് ലൂസിഷ്യാവ് തിരിച്ച് പറയുന്നുണ്ട്. ഷോവാൻ അപ്പോൾ നോക്കുമ്പോൾ ലൂസിഷ്യാവിന്റെ ഫോണിൽ അവരുടെ ഒരുമിച്ചുള്ള വേറെ കുറച്ച് ഫോട്ടോസ് ആണെന്നുണ്ട്. അതെല്ലാം തന്നെ ഷോവാൻ അറിയാതെ ലൂസിഷ്യാവ് എടുത്തതായിരുന്നു. അപ്പോൾ അതിങ്ങനെ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ നീ എപ്പോൾ എടുത്തു, എന്തായിരുന്നു നേരത്തെ കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് സീക്രട്ട് ആയതുകൊണ്ടാണെന്ന് അവൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ കുറച്ച് മുന്നേ എടുത്ത ഒരു ഫോട്ടോ അതാണെങ്കിൽ ഷോവാൻ അവളുടെ മൊബൈലിലും ഒഫീഷ്യലി റിലേഷൻഷിപ്പിലാണെന്ന് കാണിക്കുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സമയം തന്നെ കുറേ പേര് ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലൂസിഷ്യാവ് നോക്കുമ്പോൾ ഒരു പയ്യൻ കമന്റ് ചെയ്തേക്കുന്ന കണ്ടിട്ട് ഇത് ഏതാ പയ്യനെന്ന് ഷോവാനോട് ചോദിക്കുന്നുണ്ട്. ഷോവാൻ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണെന്ന് പറയുമ്പോൾ ആ പയ്യൻ എന്താണോ കമന്റ് ഇട്ടേക്കുന്നത് അത് ലൂസിഷ്യാവ് വായിക്കുന്നുണ്ട്. ആ കമന്റ് പറയുന്നത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സീനിയർ, ഞാനാണെങ്കിൽ ഗ്രാജുവേറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് വരാതെ വിചാരിച്ചിരിക്കുമായിരുന്നു എന്ന്. വായിച്ചു കഴിയുന്നതും ലൂസിഷ്യാവ് ഞാനില്ലാത്ത സമയത്ത് നിന്റെ പുറകെ നടക്കാൻ കുറേ പയ്യന്മാരുണ്ടായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ ഷോവാനാണെങ്കിൽ ഇത് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്, നീയാണെങ്കിൽ ലേനേനെ ഡേറ്റ് ചെയ്തല്ലേ, ഞാൻ പോയി അവളുടെ അടുത്ത് അതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ലൂസിഷ്യാവ് ആണെങ്കിൽ ഷോവൻ്റെ കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ലൂസിഷ്യാവ് അവരുടെ അടുത്ത് എന്താ കഴിക്കാൻ വേണ്ടിയെന്ന് ഷോവൻ ചോദിക്കുകയാണ്. ഇനി ഒരു മറുപടി അറിയാൻ നിൽക്കാതെ ലൂസിഷ്യാവ് ഷോവാനെ എടുത്തുകൊണ്ട് നേരെ റൂമിലോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഷോവാനും മെങ്ങ് സംസാരിക്കുന്നതാണ്. ആ സമയം ഷോവാൻ മെങ്ങിനോട് ചോദിക്കുന്നുണ്ട് നീയും ജിയാങ് ഫാനും വീണ്ടും എങ്ങനെയാണ് സെറ്റായെന്ന്. അങ്ങനെ മെങ്ങ് പറയുന്നുണ്ട് ഞാൻ അവൻ്റെ റൂമിലോട്ട് എങ്ങനെയും ഡിവോഴ്സ് വാങ്ങണം എന്ന് തീരുമാനിച്ചാണ് കയറിപ്പോയത്. എന്നാൽ ചെല്ലുമ്പോഴാണ് റൂം ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് നല്ല റൊമാൻറ്റിക് വൈബിലാക്കി വെച്ചേക്കുന്നത് ഞാൻ കാണുന്നത്. ഞാൻ അവിടെ ഫുള്ള് നോക്കുന്ന സമയത്ത് അവിടെ ഒരു വീഡിയോയും പ്ലേ ആവുന്നുണ്ടായിരുന്നു. അത് ഞാനും ജിയാങ് ഫാനും ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് താമസിക്കാൻ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയും എനിക്ക് അവനെ കാണണമെന്ന് ആഗ്രഹം തോന്നുകയും ചെയ്തു. ആ സമയത്ത് തന്നെയാണ് അവൻ എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് വീണ്ടും നമുക്കൊരു ചാൻസ് കൂടെ എടുത്താലോ എന്നിങ്ങനെ എന്നോട് ചോദിച്ചത്. ഞാനപ്പം തന്നെ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ സത്യം പറയട്ടെ, നിങ്ങളെല്ലാവരും 10 വർഷമായിട്ട് ഒരുമിച്ചുണ്ട്, 7 വർഷം ഡേറ്റ് ചെയ്തു, 3 വർഷമായിട്ട് കല്യാണം കഴിച്ചു. ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ജിയാങ് ഫാനിന് നീ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം എങ്ങും ഒരുപക്ഷെ ശരിയായിരിക്കാം എന്ന് തന്നെ പറയുന്ന സമയത്ത് ഷോവാനാണെങ്കിൽ ശരിക്കും ഈ കല്യാണവും ഡേറ്റിങ്ങും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മെങ്ങ് അപ്പോൾ ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ ഡേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഒരു റൊമാൻറ്റിക് വൈബിന് വേണ്ടി ഒരാളുടെ പോകുന്നതാണ്. എന്നാൽ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിച്ച ആളുടെ നമ്മൾ ജീവിക്കുകയാണ്. അത് മാത്രമല്ല പുറത്ത് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെയും കാത്ത് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ടായിരിക്കും. എന്തൊക്കെ ഉണ്ടായാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഉറപ്പായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് നൈറ്റ് ഷോവൻ വീട്ടിലേക്ക് വന്നിട്ട് എന്തൊക്കെയോ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എന്നിട്ട് ലൂസിഷ്യായുടെ കണ്ണൊക്കെ അടയ്ക്കാനായിട്ട് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് ആ ഒരു ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ലൂസിഷ്യാവിനെയും കൊണ്ട് ഒരിടത്തേക്ക് വന്ന് നിന്ന ശേഷം അവൻ്റെ അടുത്ത് കണ്ണ് ഉറക്കാനേ പറയുന്നുണ്ട്. കണ്ണ് ഉറക്കുമ്പോൾ അവിടെ ഒരുപാട് ഡെക്കറേഷൻസ് ചെയ്തേക്കുന്ന അവൻ കാണുന്നുണ്ട്. അത് മാത്രമല്ല മെയിനായിട്ട് ഇവർ മുമ്പ് ആർക്കേഡിൽ കളിച്ചിരുന്ന ഒരു മെഷീനിലുള്ള ഗെയിം അതിപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഇത് അതേ ഗെയിം അല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷോവൻ അതേ ഗെയിം തന്നെയാണ്, ഞാൻ ഈ മെഷീനോട് അങ്ങ് വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. ലൂസിഷ്യാവ് ഇപ്പോൾ ഇത് നമ്മൾ കളിച്ചിട്ട് ഒരുപാട് വർഷമായല്ലോ എന്ന് പറയുമ്പോൾ ഷോവനാണെങ്കിൽ 10 വർഷമായി, പക്ഷെ നമ്മളിപ്പോൾ വീണ്ടും കളിക്കാനായിട്ട് പോവാണ്, ആ കളിയിൽ ഞാൻ നിന്നെ തോൽപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ കളിക്കാനേ പോകുന്നുണ്ട്. ആ സമയം ലൂസിഷ്യാവ് അന്ന് ഞാൻ നിന്നെ മനഃപൂർവ്വം ജയിപ്പിച്ചതാണ്, എന്നാൽ ഇത്തവണ ഞാൻ വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കളിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കളിയിൽ ഷോവൻ തോക്കുന്നുണ്ട്. ലൂസിഷ്യാവ് അപ്പോൾ ഷോവാൻ്റെ അടുത്ത് നീ എന്താ ജയിക്കാനായിട്ട് നോക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഷോവൻ പറയുന്നുണ്ട് ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് വേണ്ടി നീ തോറ്റു വന്നു, പലപ്പോഴും പല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലും നീ എന്നെ വിട്ടുകൊടുത്തില്ല, എന്നെ വെറുക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും നീ എൻ്റെ കൂടെ നിന്നു, എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി നീ പലതും ചെയ്തു തന്നു, എന്നെ ജയിപ്പിക്കാനായിട്ട് നീ നോയിക്കൊണ്ടേ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ നിനക്ക് വേണ്ടി തോക്കാനായിട്ട് ഞാൻ തയ്യാറായാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു മോതിരം എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നെ നീ കല്യാണം കഴിക്കാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ ലൂസിഷ്യാവ് ഷോവനെ കിസ് ചെയ്തിട്ട് ആ ഓക്കെ ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഷോവൻ ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് ലൂസിഷ്യാവ് ഇരിക്കുന്നതാണ്. കുറേ നേരമായിട്ട് അവൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഷോവൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ ലൂസിഷ്യാവിൻ്റെ അടുത്ത് നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്ക് രാത്രി ഉറങ്ങണ്ടേ, ഫുൾ ടൈം എന്നെ എന്തിനാ നോക്കിക്കൊണ്ടിരുന്നു, നിനക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇന്ന് ജോലിക്ക് പോകും, പക്ഷേ നീയാണെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് എൻ്റെ ആർട്ട് എക്സിബിഷന് ആവശ്യമുള്ള ഗസ്റ്റിൻ്റെയൊക്കെ ലിസ്റ്റ് നോക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് റെഡി ആയതിനു ശേഷം ലൂസിഷ്യാവ് നേരെ അവൻ്റെ ആർട്ട് എക്സിബിഷൻ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ജിയാങ് ഫാൻ അവൻ തീരുമാനിച്ചിരിക്കുന്ന ഐഡിയ എല്ലാം പറയുന്നുണ്ട്. അതായത് ഈ പിക്ചേഴ്സ് ഇവിടെ വരും, മറ്റേ പെയിൻറ്റിങ്സ് ആ സൈഡിൽ വരും, ഇങ്ങനെയൊക്കെ ഓരോ ഐഡിയാസ് ഒക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എല്ലാം ലൂസിഷ്യാവ് അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിയാങ് ഫാൻ ആണെങ്കിൽ നീ അങ്ങനെ സാധാരണ സമ്മതിച്ച് തരാറില്ലല്ലോ, ഇപ്പോൾ എന്ത് പറ്റി, നിനക്ക് എന്തെങ്കിലും വയ്യായികമല്ലോ ഉണ്ടോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ ഇപ്പോൾ തുറന്നു പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. സമയം ലൂസിഷ്യാവ് എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ നീ പറഞ്ഞ ഐഡിയ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഷോവാനാണെങ്കിൽ ലൂസിഷ്യാവിൻ്റെ അച്ഛൻ്റെ ഓഫീസിലേക്ക് വരുന്നതാണ്. അവൾ ജിയാങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ടാണ് വരുന്നത്. അവളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ അവൻ പാസ് ചെയ്തിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ കാണുമ്പോൾ നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ജിയാങ്ങിയൻ ചോദിക്കുന്നുണ്ട്. ഷോവാൻ അപ്പോൾ ഞാൻ നിന്നെ മീറ്റ് ചെയ്യാനാണ് വന്നത്, ലൂസിഷ്യാവിൻ്റെ ആ ഒരു ആർട്ട് എക്സിബിഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഇൻവിറ്റേഷൻ തരാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാനിവിടെ നിന്ന് റിസൈൻ ചെയ്തു, ഞാൻ ഇപ്പോൾ പോകാനായിട്ട് തുടങ്ങുമായിരുന്നു, ഞാൻ എന്നിട്ട് എൻ്റെ അമ്മേനെയും കൊണ്ടൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഷോവാൻ അപ്പോൾ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നാളെ പോകുമെന്ന്
പറയുന്നുണ്ട്. ആ സമയം ഇത്ര പെട്ടെന്ന് പോവാണെന്ന് നോക്കുമ്പോഴത്തേക്കും ആ ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം നോക്കിയതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത് ഞാൻ നോക്കാനായിട്ട് മറന്നു. സോ ഇനി അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവാണെന്ന് പറയുന്നുണ്ട്. ഇറങ്ങി പോകാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ വീണ്ടും ഷോവാൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഞാനിപ്പോൾ ഫ്രണ്ട്സ് അല്ലാന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും നീ നന്നായിട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് അവൻ പോകാനായി തുടങ്ങുന്നുണ്ട്. ആ സമയം ഷോവാനും പറയുന്നുണ്ട്, നീയും നിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യും, മറ്റുള്ളവരെക്കാളും നീ നിനക്ക് തന്നെ സ്വയം കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ട് നിന്റെ ആഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം തന്നെ സാധിക്കാനായി പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്ന ലൂഷി ഷാവിനെയാണ്. അവനിപ്പോൾ ആർട്ട് എക്സിബിഷൻ നടക്കുന്ന അതേ സ്ഥലത്തിരുന്നിട്ട് ഒരു ഡ്രോയിങ്ങും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ഡ്രോയിങ് അവൻ്റെ അമ്മ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് എന്തോ ആണ്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ചെയ്തത് അവനും അവൻ്റെ അമ്മയാണെന്ന് കാണിക്കുന്ന രീതിയിൽ രണ്ടുപേരുടെയും സിഗ്നേച്ചർ അവൻ ഇട്ട് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ലൂഷിഷ്യാവിൻ്റെ ഒരു ആർട്ട് എക്സിബിഷൻ നടക്കുന്നതാണ്. ഷോവാൻ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും റിസോർട്ട് പ്രോജക്റ്റിൻ്റെ ടീമിൽ അവളോട് ഉണ്ടായിരുന്ന ഒരു കൊളീഗ്സും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർ വീണ്ടും ഇവളോട് ചോദിക്കുന്നത് ഇവളുടെയും ലൂഷിഷ്യാവിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് തന്നെയാണ്. ആ സമയം ഷോവാൻ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പം നിങ്ങൾ അകത്തേക്ക് വന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചോണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യമേ സീരീസ് ആയിട്ടുള്ള 4 പെയിന്റിങ്സ് വെച്ചിട്ടുണ്ട്. ജിയാങ് ഫാൻ അവിടെ നിൽക്കുന്നവരത്തെല്ലാം തന്നെ ഇത് ലൂഷിഷ്യാവിൻ്റെ അമ്മ ചെയ്തതാണെന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ആൾ മരിച്ചു പോയതെന്നും അതുകൊണ്ട് തന്നെ ഇതിലൊരു പെയിന്റിങ് ലൂഷിഷ്യാവാണ് കംപ്ലീറ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇത് അവനും അവൻ്റെ അമ്മയും ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ തന്നെ അവൻ സിഗ്നേച്ചറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ മെങ്ങിനോടൊക്കെ ഒരു ഹായ് പറഞ്ഞിട്ട് ഷോവാൻ നേരെ കിലാൻ്റെ അടുത്തേക്ക് പോയിട്ട് ലൂഷിഷ്യാവ് എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. കിലാനപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല, നീയാണെങ്കിൽ കോൾ ചെയ്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരായപ്പോലും ജിയാങ് ഫാൻ്റെ അടുത്ത് അല്ല ഇത് വരച്ച ലൂഷിഷ്യാവ് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ജിയാങ് ഫാൻ ഇവിടെ എവിടെയും തന്നെ ഉണ്ടായിരിക്കും, ഉടനെ വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഷോവാൻ ലൂഷിഷ്യാവിനെ കോൾ ചെയ്തിട്ട് അങ്ങ് അകത്തേക്കൊക്കെ നടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഇരിക്കുന്ന പെയിന്റിങ്സ് എല്ലാം അവൾ കാണുന്നുണ്ട്. എല്ലാം വിന്റർ എന്ന് പറഞ്ഞ ഒരു സീസണിനെ ആസ്പദമാക്കിയിട്ട് ചെയ്തേക്കുന്നതായിരുന്നു. കാണുന്ന ഷോവാന് 10 വർഷങ്ങൾക്ക് മുന്നേ അവളും ലൂഷിഷ്യായും ഒരുമിച്ച് താമസിച്ചിരുന്നതും അതേപോലെ തന്നെ മഞ്ഞ് പൊഴിയുന്നത് ആദ്യമായിട്ട് രണ്ടുപേരും കണ്ടതും എല്ലാം തന്നെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ അതെല്ലാം നോക്കി അകത്തേക്കൊരു റൂമിലേക്ക് കയറി പോകുന്ന സമയത്ത് അവളും ലൂഷിഷ്യായും സ്കൂളിൽ പഠിച്ച ടൈമിന് വാങ്ങിച്ച ആ ഒരു മീനുകൾ അതെൻ്റെ ഒരു ചെറിയ ഫിഷ് ടാങ്കിലാക്കിയിട്ട് അവനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണുമ്പോൾ ആ ഒരു സ്കൂൾ ടൈമിലെ മെമ്മറീസും അവൾക്ക് വരുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ തന്നെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡ്രസ്സായിരുന്നു. ഷോവാൻ അവർ ഡ്രസ്സ് ഇട്ട് കഴിയുന്നതും ലൂഷിഷ്യാവ് വന്ന് ഷോവാനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവർ മുമ്പ് പഠിച്ച ആ സ്കൂളിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ അവർ രണ്ടുപേരും നൈറ്റ് ഒരുമിച്ചിരുന്ന് പഠിച്ച ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും കുറേ പെയിൻറ്റിങ്സ് വെച്ചിട്ട് ഒരു ചെറിയൊരു എക്സിബിഷൻ പോലെ അവൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം തന്നെ ആർട്ടിഫിഷ്യലായിട്ട് മഞ്ഞ് പൊഴിയാനായി തുടങ്ങുന്നുണ്ട്. ഇത് കാണുന്ന ഷോവാൻ നീ ഇതൊക്കെ എങ്ങനെ ചെയ്തെടുത്തു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കിയത് അവൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഷോവാൻ ആ ഒരു മഞ്ഞിലേക്ക് ഇങ്ങനെ നോക്കി നിന്ന ശേഷം എന്തോ ആഗ്രഹം ഇങ്ങനെ പ്രാർത്ഥിക്കാനായി തുടങ്ങുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ലൂഷിഷ്യാവ് ഒരു മോതിരമെല്ലാം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അവളുടെ മുന്നിൽ ഇങ്ങനെ മുട്ടൂത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഷോവാനെ വിളിക്കുന്നതും ഷോവാനാണെങ്കിൽ ഞാൻ തന്നെ ഓൾറെഡി പ്രപ്പോസ് ചെയ്തല്ലേ, പിന്നെ നീ എന്തിനാ വീണ്ടും ഇങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഷിഷ്യാവ് അപ്പോൾ ഞാനൊന്ന് പ്രപ്പോസ് ചെയ്തോട്ടെ, നീയാണെങ്കിൽ ആ ഒരു ഫ്ലോയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാനേ പറയുന്നുണ്ട്. ഷോവാനപ്പോൾ ശരിയെന്നാൽ ഓക്കെ എന്നൊക്കെ പറയുന്ന ടൈമിൽ ലൂഷിഷ്യാവാണെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കാമോ ഇങ്ങനെ ചോദിക്കുകയാണ്. ഷോവാൻ ആ സമയത്ത് ലൂഷിഷ്യാവിനൊന്ന് കിസ് ചെയ്യും. ആ ഓക്കെ ഞാൻ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു മോതിരെല്ലാം തന്നെ ഷോവാൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷോവാൻ നേരത്തെ ലൂഷിഷ്യാവിൻ്റെ കയ്യിലിട്ടേക്കുന്ന ഒരു മോതിരം അവൻ കാണിച്ചിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ലൂഷിഷ്യാൻ്റെ ഷോവാൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കാനായിട്ട് പോകുന്നതാണ്. ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത് നമ്മുടെ മെങ്ങിൻ്റെ കമ്പനിക്കാരാണ്. അതുകൊണ്ട് തന്നെ മെങ്ങും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ മെങ്ങ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലൂഷിഷ്യാവിനോടായിരുന്നു. അവനോട് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് എന്താഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. ആ സമയം ലൂഷിഷ്യാവ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഡ്രീമേ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മെങ്ങ് അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് വിൻ്റർ എന്ന് പറഞ്ഞ ഒരു സീസണിനെ തന്നെ നിങ്ങളുടെ പെയിൻറ്റിങ്സിൽ മെയിനായിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് കാരണമെന്ന്. ആ സമയം ലൂഷിഷ്യാവ് അതിന് കാരണം ഷോവാനാണ്. എൻ്റെ ലൈഫിലോട്ട് അവൾ കടന്നു വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ വിൻ്ററിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഞാനും വിൻ്ററും പിന്നെ ഷോവാനും തമ്മിൽ വലിയ കണക്ഷൻ തന്നെ ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചില്ലേ എൻ്റെ ഡ്രീം എന്താണെന്ന്, എനിക്ക് വേറെ ഡ്രീമൊന്നും ഇല്ല, ഒരൊറ്റ ഡ്രീം മാത്രമേ ഉള്ളൂ, അത് ഷോവാനാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഷോവാനാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയോ, എനിക്ക് നാണം വരുന്നു, ഇതൊക്കെ ഒരുമാതിരിയാണെന്ന് പറയുന്നുണ്ട്. ശേഷം മെങ്ങ് അടുത്ത ക്വസ്റ്റ്യൻ ഷോവാനോട് ചോദിക്കുന്നുണ്ട്, ലൂഷിഷ്യാവിനെ ഒരു വാക്കി ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്ത് വാക്കായിരിക്കും പറയാൻ പോകുന്നതെന്ന്. ആ സമയം ഷോവാൻ പാരഷൂട്ട് എന്നുള്ള വാക്കാണ് പറയുന്നത്. അതിന് കാരണം അവൾ പറയുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലായിരുന്നു ഞാൻ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ ടൈമിനാണ് ലൂഷിഷ്യാവ് എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് എനിക്ക് ഉയരത്തിലേക്ക് പറക്കാനായിട്ട് പറ്റിയത്. അതുപോലെ തന്നെ ഞാൻ താഴേക്ക് വീഴുന്ന സമയത്ത് പോലും എനിക്കൊന്നും പറ്റാതെ എന്നെ പിടിച്ചിരുന്നതും അവൻ തന്നെയാണ്. എപ്പോഴും അവൻ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ താങ്ങി നിർത്താനായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം മെങ്ങ് ശരി എന്നാൽ ഇനി അടുത്ത് നിങ്ങളുടെ അടുത്ത് രണ്ടുപേരുടെ കൂടെയായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങളുടെ എപ്പോഴാണ് ലവിലായത് എന്ന് ചോദിക്കുന്നുണ്ട്. ഷിഷ്യാവ് ഇപ്പോൾ 2016 സമ്മറിലാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷോവാൻ യാതൊരു മറുപടിയും കൊടുക്കുന്നില്ല. ആ സമയം ലൂഷിഷ്യാവ് എന്തേ 2016 എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഷോവാൻ അല്ല എന്നുള്ള രീതിയിൽ അവനെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. ആ സമയം ലൂഷിഷ്യാവ് പിന്നെ എപ്പോഴാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഷോവാൻ 2013. ലൂഷിഷ്യാവ് എന്നെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ലൂഷിഷ്യാവ് ഇതൊക്കെ എപ്പോൾ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. 2013 ഷോവാൻ്റെ മുത്തശ്ശിക്ക് ആദ്യമായിട്ട് വയ്യാതായി എന്ന് മനസ്സിലാക്കിയ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ ഇരുന്ന് ഷോവാൻ
ഷോവാൻ കരയുമായിരുന്നു. അതേ ഹോസ്പിറ്റലിൽ തന്നെ ലൂഷി ഷാവാണെങ്കിൽ ജിയാങ് ഫാൻ്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് അവനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഷോവാൻ ഇരുന്ന് കരയുന്ന കാണുമ്പോഴത്തേക്കും ലൂഷി ഷാവ് അവൾക്കാണെങ്കിൽ ഒരു ടിഷ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്. സമയം തന്നെ ഷോവാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, എന്നാൽ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ ഞാൻ വിഷമിക്കുന്ന കണ്ടപ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയല്ലോ എന്ന്. പിന്നീട് സ്കൂളിൽ വെച്ചും അവനെ ശ്രദ്ധിക്കാനായിട്ട് ഷോവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഷോവാൻ ക്ലീനിങ് ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കും ലൂഷി ഷാവ് മതിൽ ചാടിയൊക്കെ വരുന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവളത് കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ലൂഷി ഷാവ് ആരടുത്തും പറയാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കൊരു ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഷോവാൻ ലൂഷി ഷാവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഷോവാനാണെങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ ഫോട്ടോയ്ക്കകത്തും ലൂഷി ഷാവ് വന്നിങ്ങനെ ജോയിൻ ചെയ്ത് കൂടെ പോസ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ശരിക്കും എടുത്ത ഒരുമിച്ചുള്ള ഫസ്റ്റ് ഫോട്ടോ. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിന്. എന്നാൽ പിന്നീട് 2016 ആയപ്പോഴായിരുന്നു രണ്ടുപേരും ശരിക്കും സംസാരിച്ച് തുടങ്ങിയതൊക്കെ തന്നെ. അങ്ങനെ ഈ ഒരു ട്വിസ്റ്റും കൂടെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഡ്രാമ ഇവിടെ എൻഡ് ആവുന്നത്.